കാറിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടണം. സൈഡിലുള്ള ആള് 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടിയാണെങ്കിൽ പോലും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കണം. ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. പോലീസ് ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഫൈൻ കൊടുക്കും. ഫ്രണ്ടിലുള്ള ആള് മാത്രമല്ല ബാക്കിലുള്ള ആളും ഹെൽമെറ്റ് വെച്ചിരിക്കണം. ഇനി അഥവാ വണ്ടി അൾട്രാഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ അതിനും ഫൈനാണ്. ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് തന്നെയല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ബസ്സുകാരൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് വരുമ്പോഴേ നമ്മൾ മാറിക്കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു പരിക്കും പറ്റാതെ വീട്ടിലോട്ട് എത്തുന്നത്. ഇനി അത് മാറിക്കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വണ്ടിയുടെ സൈഡ് അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചത്തോട്ട്, ഇത് രണ്ടിൽ ഏതെങ്കിലും സംഭവിക്കൂലേ? ഇനി ഇതൊക്കെ പോട്ടെ, ഈ ബസ്സുകാർക്ക് അറിയാലോ, അവർക്ക് അരി വാങ്ങാനാണല്ലോ അവർ നെട്ടോട്ട് ഓടുന്നത്. ഇവർ കുതിച്ച് ഓടുന്നത് ഈ പാവങ്ങളുടെ നെഞ്ചത്തോട്ടല്ലേ. നമ്മളെന്നല്ല, വഴിയാത്രക്കാർക്ക് വരെ പ്രശ്നമാണ്. ഇതിന് എന്ത് നടപടിയാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? കാലം 2025 വരുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഇല്ല. ഇനി അതൊക്കെ പോട്ടെ, ഈ റോഡിലുണ്ടാവുന്ന കുഴികൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കൊണ്ടോട്ടി 17 ഉണ്ടായിരുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന കുഴിക്ക് പകരം കിണർ പോലെ ഉണ്ടാക്കുന്ന കുഴികൾക്കൊക്കെ ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണ് പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടത്. ഇതൊക്കെ പ്രതികരിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ബസ്സുകാരൊന്ന് തീരുമാനിച്ചാൽ മതി. കാരണം എല്ലാ ബസ്സുകാരും പറയും അവരുടെ ടൈം ഓടി എത്താനുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്. ആർക്കാണ് ഇവർക്കൊക്കെ പെർമിറ്റ് കൊടുക്കുന്നത്? ആര് തീരുമാനിച്ചാലാണ് ഈ നെട്ടോട്ടം നിൽക്കുക? എന്താ ഇതിനൊക്കെ ഒരു പരിഹാരം? കാരണം എത്ര ആൾക്കാർ പ്രതികരിച്ചിട്ടും ഇതിനൊരു തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തിനാണ് ഈ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ? പക്ഷെ മാറ്റം വരുത്താൻ പറ്റിയാൽ ഒരുപാട് പേർക്ക് ജീവനും കിട്ടും.